ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ആര്യങ്കാല പൂരം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ജൂനെ കുളിപ്പിച്ച് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലെ പൂതനം തരാൻ വരും കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് രാവിലത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവർ വരുന്നത് നോക്കിയിരിക്കുക. കണ്ണനും മണിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ പൂരം ആഘോഷിക്കാൻ പറ്റാത്ത കാരണം അപ്പോൾ ഞങ്ങൾ അവരെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അവർ നേരത്തെ വന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ രുദ്ര അവൻ്റെ ഒപ്പം കളിക്കായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വെള്ളയപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വേറെ ഒരു ടീമും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കായിരുന്നു അവരായിരിക്കുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ നെല്ല് വേണം, പിന്നെ അരിയും പൂവും ഒക്കെ വേണം കേട്ടോ. അരിയും പൂവും നമ്മളതിനെ മേലേക്ക് എറിയും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്യും. പിന്നെ അവർ കളിക്കുകയൊക്കെ ചെയ്യും, കുറേ നേരം കളിക്കും. അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. അമ്മനെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരെ നോക്കിയിരിക്കുകയാണ്. അവർ വരുമ്പോൾ വിളക്ക് കത്തിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അമ്മ വിളക്ക് കത്തിക്കാൻ പോർക്കായിരുന്നു. പുറത്ത് കാറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ വരണ നേരത്ത് വിളക്കെടുത്തിട്ട് അവർ ഉള്ളിലേക്ക് പോയി കേട്ടോ. ഇത് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അച്ഛനും രുദ്രനും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത കേട്ടോ. എല്ലാവർക്കും പൈസ കൊടുക്കുക, നമ്മളോട് പറ്റുന്നത് ഏതാണ് സന്തോഷത്തിന് വേണ്ടി മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോട്ടോ എടുത്തിട്ടായിരുന്നു ഇവരുടെ കൂടെ കേട്ടോ. ഇപ്രാവശ്യം അപ്പോൾ എന്നോട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അച്ഛനും രുദ്രനും പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗർഭിണിയായിരുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഇനി ഇപ്പോൾ പുതിയ ആളുണ്ടാവുമല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂ ഉണ്ടല്ലോ, അങ്ങനെ അവർ ഭക്ഷണം കഴിക്കലേക്ക് കഴിഞ്ഞു കേട്ടോ. അവർ വീണ്ടും അതൊക്കെ തലയിലൊക്കെ വെച്ചിട്ട് വീണ്ടും റെഡി ആയിട്ട് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടെ കളിക്കും കേട്ടോ. കുറച്ചേരം കൂടെ കളിക്കും. അപ്പോൾ അവർ അച്ഛനും കുട്ടിയും കൂടി ഫോട്ടോ എടുക്കാൻ പോയി നിൽക്കണം കേട്ടോ. ഞാൻ ഫോണാണ് വെച്ചെടുക്കായിരുന്നു. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കലേ കഴിഞ്ഞ് ഒന്ന് കളിച്ച് അവർ പോയി കേട്ടോ. അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടായിരുന്നു, പൈതൃകം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു രസമുണ്ട് കാണാൻ. അപ്പോൾ അതൊരു ലിങ്ക് അയച്ചു തന്നു കാണാൻ പറഞ്ഞിട്ട്. നമ്മുടെ വീടിൻ്റെ ഒരു പോർഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്ന് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, കുറച്ച് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. രുദ്രന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കണ്ണനും മണി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അവനും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ അവനൊന്ന് ഉറക്കാൻ കൊണ്ടുപോയി കേട്ടോ. അവൻ രാവിലെ നേരത്തെ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ പിന്നാലെ എണീറ്റ് വന്നതാണ്.
പിന്നെ ആശാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല ഉറക്കം വന്നിട്ട് വാശിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഉറക്കട്ടെ വിചാരിച്ച് എല്ലാവരും വരുമ്പോഴത്തേക്ക്. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഭക്ഷണം കൊടുക്കുന്നത് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവർ വന്നതും അവിടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചേച്ചിയുടെ മകളും ഭർത്താവും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയമ്മയും ദച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പിന്നെ ഞങ്ങളുടെ സംസാരിക്കുന്ന സമയമാണ് കേട്ടോ. അന്താക്ഷരി കളിക്കുക, കള്ളനും പോലീസും കളിക്കലൊക്കെ ആയിരുന്നു ഇവിടെ കുട്ടികളൊക്കെ പാടെ. അച്ഛനാണ് കേട്ടോ അവിടെ കിടന്നുറങ്ങുന്നത്, പുറത്തായിട്ടിന് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ഉറങ്ങിയിട്ടും എല്ലാവരും ഒന്ന് ഉറങ്ങി എണീക്കൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ പൂരത്തിന് പോകാനുള്ള ഒരുക്കത്തിലായി. രുദ്രു ദച്ചുവിനെ കണ്ട സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഓടിക്കളിച്ചിട്ട് വീഴുകയൊക്കെ ചെയ്യാണ് ദച്ചു. അപ്പോൾ അവന് കുറച്ച് നേരം ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ആര് വന്നാലും പോയാലും അവനറിയില്ല കേട്ടോ. രുദ്ര കാണിച്ചാലോ അവനെ കണ്ട അപ്പം ചിരി തുടങ്ങും, ചാടിക്കളിക്കാൻ തുടങ്ങും. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ആരിലേക്ക് വരിക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും ഇവിടെ ആരും വരില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ ആരെങ്കിലുമൊക്കെ വരുള്ളൂ. അപ്പോൾ നല്ല രസമാണ്, സമയം പോണതറിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി, എല്ലാവരും ഒരുങ്ങി ഞങ്ങൾ പോന്നു കേട്ടോ. പൂരത്തിന് വന്നു. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കൂനത്തറയാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും കൂടെ നടക്കുക ചെയ്തത്. പാടത്ത് കൂടെ നടന്നു പോവുക ചെയ്തത് കേട്ടോ. കുറച്ച് ദൂരമുള്ള നടക്കാൻ, പക്ഷേ നല്ല വെയിലായത് കാരണം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ വേലകളൊക്കെ ചില വേഷങ്ങളൊക്കെ തിരിച്ചു വരായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയും നേരം വൈകി, 5:30 6 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയപ്പോൾ. പക്ഷെ എന്നിട്ടും നല്ല ചൂടായിരുന്നു. വെയിൽ നിറം മങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല പൊടിയായിരുന്നു. പിന്നെ അങ്ങനെ ഇത് പാടത്ത് നടക്കുന്ന സമയത്ത് കണ്ണൻ കാണിച്ചു തന്നാണ് കേട്ടോ. ഞണ്ടിൻ്റെ കുഴിയാണ്. അപ്പോൾ മേമ അത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ അവൻ്റെ ഒരു സന്തോഷത്തിന് എടുത്താണ്. ഫുള്ള് ഇവിടെ പിന്നെ ഒന്നും തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ ആരും കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ രുദ്രാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് തിരിച്ച് അങ്ങനെ പോവാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അവൻ ഭയങ്കര കൂളായിരുന്നു. അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കായിരുന്നു. ഷർട്ടൊക്കെ ഊരിട്ടോ. പിന്നെ നനഞ്ഞൊരു തുണി നനച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെ ഒപ്പിക്കൊടുക്കും. ഇപ്പോൾ വെള്ള കളർ തുണിയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അത് ചുമന്ന കളറായിട്ടുണ്ടായിരുന്നു, പൊടിയായിട്ട്, മേലിൽ നിന്ന് ചെളി തുടച്ചിട്ട്. രുദ്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവൻ ഭയങ്കര കൂളായിരുന്നു. അവന് ഉറക്കവും ഇല്ല, ഭക്ഷണവും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. 2 തവണ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പാല് കൊടുത്തു കേട്ടോ. അപ്പോൾ റിസ്ക് ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്നിട്ട് ഇവരൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ പാല് കൊടുത്ത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെന്തെങ്കിലും വാശയെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അമ്മേനെ എടുത്തുകൊണ്ട് കിടക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ വീട്ടിൽ പോയിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവൻ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കരയൊക്കെ ചെയ്യുക. അതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ അച്ഛനെ കണ്ടു കഴിഞ്ഞാലും അച്ഛമ്മേനെ കണ്ടാലും ഒക്കെ കരയുക അവൻ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മേലേക്ക് പോയി. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ മേലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. വെടിക്കെട്ട് കണ്ടു, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാവർക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെടിക്കെട്ടൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ നേരെ വീട്ടിൽ പോയി. അവർ പോയപ്പോൾ തന്നെ 10:30 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അവർ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ പോയപ്പോൾ അവനതൊന്നും ഒരു പേടിയില്ല കേട്ടോ. അവന് ഇപ്പോൾ പൂജന് കയറി വന്നപ്പോഴൊന്നും അവന് പേടിയില്ല. ഞങ്ങൾ വിചാരിച്ചു അവൻ പേടിക്കുന്നൊക്കെയാണ്, പക്ഷെ അവനൊരു കുഴപ്പമില്ല.
വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായി കേട്ടോ പ്രാവശ്യത്തെ പൂരം. മനോട്ട് എല്ലാത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ അടുത്ത വർഷം വരാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.